ഫുട്ബോൾ മൈതാനങ്ങൾ വെറും പന്തുരുളുന്ന ഇടങ്ങൾ മാത്രമല്ല, ചിലപ്പോഴത് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയാനുള്ള ശക്തമായ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളുടെ വേദി കൂടിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഇസ്രായേലിന്റെയും നയങ്ങൾക്ക് മുന്നിൽ യൂറോപ്പിലെ വൻ ശക്തികളൊന്നടങ്കം ഭയന്ന് മൗനം പാലിച്ചപ്പോൾ സ്പെയിൻ എന്ന രാജ്യം തങ്ങളുടെ ഭരണകൂടത്തിലൂടെയും ഫുട്ബോൾ മൈതാനങ്ങളിലൂടെയും തീർത്തത് സമാനതകളില്ലാത്ത പ്രതിരോധമാണ്. ട്രംപിന്റെ പ്രതിരോധത്തോടെ ഇറാനെതിരെ നടന്ന അമേരിക്ക ഇസ്രായേൽ സംയുക്ത യുദ്ധത്തെ ശക്തമായി എതിർത്ത ആദ്യത്തെ യൂറോപ്യൻ രാജ്യമായി സ്പെയിൻ മാറി. ഈ യുദ്ധത്തിൽ പങ്കുചേരാനോ പിന്തുണയ്ക്കാനോ സ്പാനിഷ് ഭരണകൂടം തയ്യാറായില്ല. ഇതിന്റെ പേരിൽ സ്പെയിനുമായുള്ള വ്യാപാര ബന്ധങ്ങൾ പൂർണ്ണമായും റദ്ദാക്കുമെന്ന ട്രംപിന്റെ കടുത്ത ഭീഷണിയെ പോലും സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് ധീരമായി നേരിട്ട് തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്നു. തുടർച്ചയായ ഗാസ ആക്രമണങ്ങളിലും ഇറാൻ യുദ്ധത്തിലുമുള്ള കടുത്ത പ്രതിഷേധ സൂചകമായി ഇസ്രായേലിലെ തങ്ങളുടെ അംബാസഡറെ സ്പെയിൻ സ്ഥിരമായി തിരികെ വിളിച്ചു. അതുമാത്രമല്ല, ഇസ്രായേലുമായുള്ള ആയുധ ഇടപാടുകൾ അവർ നിയമപരമായി പൂർണ്ണമായി നിരോധനം ഏർപ്പെടുത്തി. ഇസ്രായേൽ സൈന്യത്തിനുള്ള ഇന്ധനവുമായി പോകുന്ന കപ്പലുകൾക്ക് സ്പാനിഷ് തുറമുഖങ്ങളിലും ഇസ്രായേൽ പ്രതിരോധ സാമഗ്രികൾ വഹിക്കുന്ന വിമാനങ്ങൾക്ക് സ്പാനിഷ് വ്യോമാതിർത്തിയിലും വിലക്കേർപ്പെടുത്തി വലിയൊരു ഉപരോധം തന്നെ സ്പെയിൻ തീർത്തു. ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച അവർ വെസ്റ്റ് ബാങ്കിലെയും ഗസയിലെയും അനധികൃത ഇസ്രായേൽ സെറ്റിൽമെന്റുകളിൽ നിന്നുള്ള ഇറക്കുമതികൾക്കും നിരോധനം ഏർപ്പെടുത്തി. പോരാത്തതിന് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്കയുടെ വംശഹത്യാ കേസിൽ കക്ഷി ചേരുകയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ യൂറോപ്യൻ കമ്മീഷനോട് ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്തു. പെഡ്രോ സാഞ്ചോസിന്റെ ഈ ധീരമായ രാഷ്ട്ര നിലപാടുകളുടെയും പോരാട്ടങ്ങളുടെയും വ്യക്തമായ പ്രതിഫലനമാണ് കളിക്കളത്തിൽ സ്പാനിഷ് യുവവിസ്മയം ലാമിൻ യമാലിലൂടെ നമ്മൾ കണ്ടത്. ക്ലബിന്റെ കിരീട വിജയാഘോഷങ്ങൾക്കിടയിൽ ഫലസ്തീൻ പതാകയേന്തി യമാൽ നടത്തിയ പ്രകടനം വെറുമൊരു വൈകാരിക പ്രകടനമായിരുന്നില്ല, മറിച്ച് ലോകത്തോടുള്ള സ്പെയിനിന്റെ കൃത്യമായ രാഷ്ട്രീയ സന്ദേശമായിരുന്നു. യമാലിന്റെ ഈ പ്രവർത്തിക്കെതിരെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ കാറ്റസ് അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. എന്നാൽ സ്വന്തം കളിക്കാരനെ തള്ളിപ്പറയാൻ സ്പാനിഷ് ഭരണകൂടം തയ്യാറായില്ല. പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് ആണ് നേരിട്ട് യമാലിന് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചത്. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി, ഫലസ്തീന്റെ അതിജീവനത്തിന് വേണ്ടി ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ന് സ്പെയിൻ എന്ന രാജ്യവും അവരുടെ ഫുട്ബോൾ ടീമിനുമുള്ളത്. എന്നാൽ ഫുട്ബോൾ ഇതിഹാസങ്ങളുടെ നാടായ അർജന്റീനയിലേക്ക് വരുമ്പോൾ ആധുനിക രാഷ്ട്രീയ ചിത്രം ഇതിന് തികച്ചും വിപരീതമാണ്. ഒരു കാലത്ത് ഫലസ്തീൻ ജനതയ്ക്കൊപ്പം ലോകത്തിനു മുന്നിൽ നെഞ്ചുവിരിച്ചു നിന്ന ഇതിഹാസ താരം ഡീഗോ മറഡോണയുടെ നാടാണിത്. ഫലസ്തീൻ ജനതയുടെ ആ അടിച്ചമർത്തലുകൾക്കെതിരെ അദ്ദേഹം എക്കാലത്തും ശബ്ദമുയർത്തിയിരുന്നു. എൻ്റെ ഹൃദയം കൊണ്ട് ഞാനൊരു ഫലസ്തീനിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 2012 അദ്ദേഹം നടത്തിയ ഒരു പ്രഖ്യാപനം ചരിത്രമാണ്. അടിച്ചമർത്തപ്പെടുന്ന ജനതയ്ക്കൊപ്പം നിൽക്കാനായിരുന്നു മറഡോണ എക്കാലത്തും ശ്രമിച്ചത്. എന്നാൽ ഇന്നത്തെ അർജന്റീനൻ ഭരണകൂടം ആ ധീരമായ നിലപാടിൽ നിന്ന് ബഹുദൂരം മാറിയിരിക്കുന്നു. അർജന്റീനയുടെ പുതിയ പ്രസിഡന്റ് ഹാവിയർ മിലെ ഇസ്രായേലിന് പരസ്യമായ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. അധികാരം ഏറ്റെടുത്തോടെ ഇസ്രായേലിലേക്ക് പറന്ന ഹാവിയർ മിലെ ഗസയിലെ സൈനിക നടപടികൾക്ക് തങ്ങളുടെ ഭരണകൂടത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ഔദ്യോഗികമായി അറിയിച്ചു. അന്താരാഷ്ട്ര വേദികളിൽ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ വക്താക്കളിൽ ഒരാളായി മാറിയ അർജന്റീൻ ഭരണകൂടം തങ്ങളുടെ വിദേശ നയങ്ങൾ ഇസ്രായേൽ അനുകൂലമായി മാറ്റിയത് അർജന്റീനൻ ടീമിന് നേരെയും രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയരുന്നതിന് കാരണമായിട്ടുണ്ട്. വംശഹത്യക്കെതിരെ അമേരിക്കയുടെ കടുത്ത ഭീഷണികളെയും സമ്മർദ്ദങ്ങളെയും വകവെക്കാതെ സ്പെയിൻ ഉയർത്തിപ്പിടിച്ച സമാനതകളില്ലാത്ത ആർജവത്തിന്റെ പോരാട്ടമാണ് ഇത്. ലോകത്തെ ഏറ്റവും വലിയ ശക്തികളോട് വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ ഒരു ജനതയുടെ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രഖ്യാപനം. മറഡോണയെ പോലുള്ള ഇതിഹാസങ്ങൾ അന്ന് ഉയർത്തിപ്പിടിച്ച മാനവികതയുടെ കൊടി ഇന്ന് സ്പെയിനും അവരുടെ ഫുട്ബോൾ താരങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു. അടിച്ചമർത്തപ്പെട്ടവർക്കൊപ്പം ഉറച്ചു നിന്നുകൊണ്ട് ലോകത്തെ വൻ ശക്തികൾക്ക് നേരെ വിരൽ ചൂണ്ടിയ സ്പെയിനിന്റെ ഈ ധീരമായ നിലപാട് ആഗോളവേദിയിൽ പുതിയൊരു ചരിത്രം എഴുതുകയാണ്.